ലീഡർ, വിശ്വസ്ത മാർക്കറ്റിംഗ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഗൾഫ് റിട്ടേൺ ആണ്, ഒരു നേഴ്സാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരെ നെഞ്ചിലേറ്റി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. അദ്ദേഹത്തിന്റെ പേര് ഷിബു എബ്രഹാം ആണ്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ നിന്നുള്ള വ്യക്തിയാണ്. ഞാൻ ഷിബു എബ്രഹാം സാറിനെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ. ഷിബു സാർ. താങ്ക് യു പ്രൊഫസറെ. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ദിവസം കൂടി ഇങ്ങനെ ഒരു സൂമിൽ കണ്ടെത്താനായിട്ട് സാധിച്ചതിന് ആദ്യമേ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക്, ഈ ഒരു അവസരത്തിലേക്ക്, ഈ ഒരു സമയത്തിലേക്ക് നിങ്ങളുടെ അല്പസമയം മാറ്റിവെച്ചതിന് നിങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ പരിചയപ്പെടുത്തി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നെറ്റ്വർക്ക് എന്ന ഒരു മേഖലയിൽ കുറേ നാളുകളായി പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. ഈ ആളുകൾക്കറിയാം എന്താണ് നെറ്റ്വർക്ക് എന്നും എങ്ങനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രവർത്തിക്കുന്നതെന്നും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നെറ്റ്വർക്ക് എന്താണെന്ന് അറിയാവുന്നവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അവർ പറയും, എനിക്ക് പ്ലാൻ അയച്ചു തന്നേരം കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം. എന്നാൽ ഈ ഒരു മീറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നെറ്റ്വർക്ക് എന്ന് അറിയാത്തവർക്കും നെറ്റ്വർക്ക് എന്ന് കേട്ടാൽ പേടിക്കുന്ന ചിലരുണ്ട്. അയ്യോ, നെറ്റ്വർക്കാണോ, ആളെ പിടിക്കുന്ന പരിപാടിയല്ലേ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. അപ്പം അവരോടൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ബിസിനസ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഈ അടുത്ത ഒരു 30 മിനിറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു 30 മിനിറ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അതിന് വേണ്ട ഒരു കാര്യമായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. അപ്പം നമ്മൾ നോക്കാം എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്ലാന്, എന്തൊക്കെയാണ് ഇതിൻ്റെ ബിസിനസ് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും അടുത്ത ഒരു 30 മിനിറ്റ് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരു സമയമായിരിക്കും. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും, വിലയേറിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. പ്രൊഫസറെ കാണാമല്ലോ അല്ലേ? താങ്ക് യു. വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇങ്ങനെ ഒരു കമ്പനി. ഈ ഒരു കമ്പനിയെ പറ്റി പറയുമ്പോൾ ഒരു പറ്റം ആളുകൾ ഒരുപോലെ ചിന്തിക്കുന്ന, പരസ്പരം സഹായിക്കുന്ന, സത്യസന്ധത പുലർത്തുന്ന ഒരു പറ്റം ആളുകൾ കൂടി ചേർന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങിയത്. പുതിയ പുതിയ ആശയങ്ങളിലൂടെ ഓരോരുത്തരുടെയും ജീവിത നിലവാരം ഉയർത്തുക, അതും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് ഒരു വിഷനായി കരുതിക്കൊണ്ട് ഏതൊരു സാധാരണക്കാരനും, അവർ കാശുള്ളവരായിക്കോട്ടെ, കാശില്ലാത്തവരായിക്കോട്ടെ, വിദ്യാഭ്യാസമുള്ളവരായിക്കോട്ടെ, ഇല്ലാത്തവരായിക്കോട്ടെ, ഉള്ളവരായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, പ്രായം കുറഞ്ഞവരായിക്കോട്ടെ, അങ്ങനെ ഒരു വേർതിരിവുമില്ലാതെ ഒരു നല്ല ബിസിനസ്സുകാരായി അവരെ മാറ്റി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുക, അതോടൊപ്പം അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മിഷനായിട്ട് നമ്മൾ കരുതിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരു കമ്പനിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യയിലെ നിയമ സംവിധാനം അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോർപ്പറേറ്റ് അഫയേഴ്സിൽ ചെയ്തേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം പാൻ കാർഡ് നമുക്കുണ്ട്, അതുപോലെ ടാൻ ഉണ്ട്, MOA, AOA, ഇങ്ങനെ വേണ്ടുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളിലും ഉദ്യമ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ GST നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്ന ആദ്യമേ ഡൽഹിയിൽ നിന്നായിരുന്നു. അതിനുശേഷം നമ്മൾ കേരളത്തിലും നമ്മൾ GST ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ GST രജിസ്ട്രേഷൻ നമ്മുടെ കൂടെയുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 2024 തുടങ്ങിയൊരു കമ്പനി. കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിലാണ്, കാരണം നമ്മൾ ഡൽഹിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എങ്കിലും വേൾഡ് വൈഡ് നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഇപ്പം നിലവിൽ ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ, എങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്, ഒരു ഇ-കൊമേഴ്സ് കമ്പനിയാണ്.
മൾട്ടി വെൻഡർ കമ്പനിയാണ്, ഫ്രാഞ്ചൈസീസ് ഉണ്ട്, ഒപ്പം പ്രോജക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. ഇന്ന് ഇത്രയേറെ കമ്പനികളെ ഡയറക്റ്റ് സെല്ലിങ്ങും അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്യുന്ന കമ്പനികളായിട്ട് കാണാൻ സാധിക്കും. ഫ്രാഞ്ചൈസികൾ മുട്ടിന് മുട്ടിന് ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്ന കമ്പനികളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ പ്രോജക്റ്റും ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി. എങ്ങനെയാണ് നമുക്ക് ഈ കമ്പനിയായിട്ട് ബിസിനസ് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ നമ്മൾ രജിസ്ട്രേഷനിലേക്ക് പോകണം. 1 രൂപ പോലും മുടക്കാതെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ എങ്ങനെയാണോ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ആക്ടിവേഷൻ ഉണ്ട്. ആക്ടിവേഷൻസിന് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് പ്രൊഡക്റ്റുകളുണ്ട്. അതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങണം. മൂന്നാമത് ക്വാളിഫിക്കേഷൻ. അപ്പോൾ അവിടെ നിങ്ങൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പ്രധാനമായും നമുക്ക് 2 തരത്തിലുള്ള പ്ലാനുകളാണ് ഉള്ളത്. മാർക്കറ്റിംഗ് പ്ലാൻ 2 തരത്തിലാണ്. ഒന്ന് എൻട്രി പ്ലാന്, 2 പ്രിവിലേജ് പ്ലാന്. എൻട്രി പ്ലാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 1 രൂപ പോലും മുടക്കാതെ തികച്ചും ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു പ്ലാനാണ് എൻട്രി പ്ലാൻ. ഇനി രണ്ടാമത് പ്രിവിലേജ് പ്ലാൻ ഉണ്ട്. ഈ പ്രിവിലേജ് പ്ലാനിൽ 3 തരത്തിലുള്ള പാക്കേജുകളുണ്ട്. ബേസിക്, പ്രൈം, പ്രീമിയം. നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക് പാക്കേജ് എന്ന് പറഞ്ഞാൽ 1200 രൂപ മുതൽ മുടക്കുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇൻക്ലൂഡിങ് GST ആണ്, 1200 രൂപ വരുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങണം. അങ്ങനെ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ബേസിക് പ്ലാനിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ബേസിക് പാക്കേജിലേക്ക് വരാൻ പറ്റും. ഇനി അതല്ല, കുറച്ചുകൂടി നല്ല അല്ലെങ്കിൽ കുറച്ചുകൂടി വിലയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ളതിലേക്ക് പോകണമെങ്കിൽ പ്രൈം പാക്കേജ് ഉണ്ട്. 5500 രൂപയാണ് അതിൻ്റെ വില. വീണ്ടും മൂന്നാമത്തെ പാക്കേജാണ് പ്രീമിയം പാക്കേജ്. 10000 രൂപയാണ് അതിൻ്റെ വില. അതും ഇൻക്ലൂഡിങ് GST ആണ്. അങ്ങനെ 3 തരത്തിലുള്ള പാക്കേജുകളുണ്ട്. നമ്മൾ നോക്കാം എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ്. ബേസിക് പാക്കേജിലേക്ക് വന്നു കഴിഞ്ഞാൽ 1200 രൂപ വിലയുള്ള ഒരു പെർഫ്യൂമാണ് ആദ്യമേ നമ്മൾ കൊടുക്കുന്നത്. മെഹിഫിഷ് എന്ന ബ്രാൻഡിൽ നല്ല ഒരു അടിപൊളി പെർഫ്യൂം നമ്മൾ കൊടുക്കുന്നു. 100 ml ഒരു ബോട്ടിലാണ്. തികച്ചും പ്രീമിയം ലുക്കുള്ള ഒരു ബോട്ടിൽ. അങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാം. ഇനി നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ലെങ്കിൽ വിവിധ തരത്തിലുള്ള സാരികളുണ്ട്. അതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാം. ഇനി അതും താല്പര്യമില്ലെങ്കിൽ നമുക്കൊരു മൈക്രോ പ്ലേറ്റഡ് ചെയിൻ ഉണ്ട്. നമുക്കറിയാം സ്വർണ്ണത്തിന്റെ വിലയൊക്കെ ഒത്തിരി കൂടി വരുന്ന ഈ സമയത്ത് അധികം ആരും സ്വർണം ധരിക്കാൻ ധൈര്യപ്പെടുന്നവരല്ല, അല്ലെ? അപ്പോൾ അവർക്ക് വേണ്ടി ഒരു മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിൻ ഉണ്ട്. 24 കാരറ്റ് കട്ടിങ് ആയിട്ട് അത് വരുന്നത്. ലെങ്ത് 24 ഇഞ്ചിന്റെ ലെങ്ത് ഉള്ള ഒരു ചെയിനാണത്. സവിധം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ചെയിൻ നിങ്ങൾക്കത് വേണമെങ്കിൽ വാങ്ങാം. ഒപ്പം ഒരു ഇമ്മ്യൂണിറ്റി ഹെർബൽ ടീ, ആക്ച്വലി നമ്മൾ ഇമ്മ്യൂണിറ്റി ഹെർബൽ ബ്ലെൻഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പലതരത്തിലുള്ള സാധനങ്ങൾ ഒരുമിച്ച് ചേർത്ത് അതിനകത്ത് എന്ത് പറയുന്നത്, കുരുമുളകുണ്ട്, ചുക്കുണ്ട്, അതുപോലെ തന്നെ ശംഖുപുഷ്പമുണ്ട്, ഗ്രീൻ ടീ ഉണ്ട്, വൈറ്റ് ടീ ഉണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കറുവപ്പട്ടയുണ്ട്, പിന്നെ എന്താണ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഒരു ഹെർബൽ പ്രൊഡക്റ്റ്, തികച്ചും ഒരു ഹെർബൽ പ്രൊഡക്റ്റ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കാനും അങ്ങനെ പല പല കാര്യങ്ങൾ അതിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റാണിത്. വളരെ നല്ല പ്രൊഡക്റ്റ്, വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ്. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ബേസിക് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് ആ പ്രോഡക്റ്റ് നമ്മുടെ വരുന്നു. വീണ്ടും പ്രൈമിലേക്ക് പോന്നു കഴിഞ്ഞാൽ ഒരു ജെന്യൂൻ ലെതറിന്റെ ബാഗാണ്. അത് ലാപ്ടോപ്പ് ബാഗും ഉണ്ട്, ലേഡീസിന് വേണ്ടിയുള്ള ലേഡീസിന്റെ ബാഗും ഉണ്ട്. ലെതറാണത്. 5500 രൂപ മുടക്കി നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കാം. ഇനി പ്രീമിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ റിയലി പ്രീമിയം ലുക്കുള്ള ഒരു വാച്ച്, 10000 രൂപയുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വാച്ചാണത്. ടഫൻ ഗ്ലാസ് ആണുള്ളത്. ഒരു സ്ലിം വാച്ചാണ് ശരിക്കും പറഞ്ഞാൽ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. DQ എന്ന ബാനറിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഈ വാച്ച് നമ്മൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി മറ്റാരും ചെയ്യാത്ത മറ്റൊരു പ്രോജക്റ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ പ്രോജക്റ്റിന്റെ പേരാണ് വി ഹോളിഡേയ്സ്. 2 രാത്രിയും നിങ്ങളുടെ കുടുംബത്തിലുള്ള 3 പേർക്ക് സുഖമായി അവിടെ താമസിക്കാൻ പറ്റുന്ന വാഗമണിലെ ഒരു റിസോർട്ടാണത്. ഈ ഒരു പാക്കേജ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 10000 രൂപയുടെ ഇങ്ങനത്തെ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രാത്രി അവിടെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് അവിടെ താമസിക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നൊരു വരുമാനം കൂടെ ലഭിക്കുന്ന ഒരു പാക്കേജാണ് വി ഹോളിഡേയ്സിന്റെ പാക്കേജ്. ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽ പറയാം. ഇനി എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള പാക്കേജിൽ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 5 തരത്തിലുള്ള ബെനിഫിറ്റ്സ് നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തേതാണ് ഡിസ്കൗണ്ട്. നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ഷോപ്പുകളുണ്ട്. ഓഫ്ലൈൻ ഷോപ്പുകളിൽ ഇന്ന് 34 ഷോപ്പുകൾ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ഷോപ്പുകളിൽ അത് പലചരക്ക് കടയാകാം, പച്ചക്കറി കടയാകാം,
മീറ്റ് ഷോപ്പ് ആകാം, ചിക്കൻ ഷോപ്പ് ആകാം, മീൻകടയാകാം, ബേക്കറി ആകാം, ഹോട്ടലാകാം, ഇങ്ങനെ ഏത് തരത്തിൽ നമ്മുടെ നാട്ടിന് പുറത്ത് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ, ആ പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ ടോട്ടൽ ബില്ലിൽ നിന്ന് 2% വിലക്കുറവ് കിട്ടും. ടോട്ടൽ ബില്ലിൽ നിന്ന് 2% വിലക്കുറവ് കിട്ടും. ഇതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായെന്ന് കരുതുന്നു. ടോട്ടൽ ബില്ലിൽ നിന്ന് നിങ്ങളുടെ അടുത്തുള്ള കട, നമ്മുടെ കടയിൽ പോയി എല്ലാം വാങ്ങിക്കും, നിങ്ങളുടെ അടുത്തുള്ള കടയിൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 2% ഡിസ്കൗണ്ട് നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. ഇനി അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസീസ്, രണ്ടാമത്തെ ഇൻകം. നിങ്ങൾ വിശ്വസ്ത എന്ന കമ്പനിയിലെ മെമ്പർ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഫ്രാഞ്ചൈസി ആയിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ പോകുമ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാം. അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്കറിയാം ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ടല്ലേ. അപ്പം നിങ്ങൾക്ക് സ്വന്തമായി പ്രൊഡക്റ്റ് വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നെയ്ബറോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവോ ആരെങ്കിലും സ്വന്തമായിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾ വിശ്വസ്ത എന്ന ഈ കമ്പനിയുടെ ഒരു പ്രൊജക്റ്റായ മൈ വി സ്റ്റോറുമായി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എത്ര പേര് വാങ്ങിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ 10%, ലാഭത്തിൻ്റെ 10% കിട്ടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ പോലും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരാളെ പോലും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെയല്ലേ നമ്മുടെ പ്രശ്നം, ആളെ പിടിക്കാന്നുള്ളത് അല്ലേ. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്തുമാകാം, നിയമപ്രകാരം ഇന്ത്യയിൽ വിൽക്കാവുന്ന എന്തുമാകാം. ഒരു ടൂത്ത് ബ്രഷ്, അല്ലെങ്കിൽ സോപ്പ്, അല്ലെങ്കിൽ ഷാംപൂ, അങ്ങനെ എന്തും, ഡ്രസ് മെറ്റീരിയൽ ആകാം, അങ്ങനെ എന്തും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ കൊണ്ടുവരുന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ മാനുഫാക്ചർ ആണോ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പ്രോഡക്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ആരെല്ലാം എവിടെ നിന്നെല്ലാം വാങ്ങിക്കുന്നോ അതിന് കമ്പനിക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ 10% നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി നിങ്ങളുടെ നാട്ടിൽ ഷോപ്പുകളുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ പലചരക്കടയാകാം, നിങ്ങളുടെ നാട്ടിലുള്ള ബേക്കറി ആകാം. ഈ കടകളെല്ലാം നിങ്ങൾക്ക് മൈ വി സ്റ്റോർ എന്ന നമ്മുടെ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്യാം. കടക്കാർ 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഫീസ് പോലും അവർക്ക് വേണ്ട. അങ്ങനെ അവർ ഈ കട നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ആ കടകളിൽ നടക്കുന്ന ശ്രദ്ധിക്കണേ, ആ കടകളിൽ നടക്കുന്ന സെയിൽസിന്റെ കമ്പനി കിട്ടുന്ന ലാഭത്തിന്റെ 10% നിങ്ങൾക്ക് ലൈഫ് ലോങ് കിട്ടിക്കൊണ്ടിരിക്കും. ലൈഫ് ലോങ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരാൾ അല്ലെങ്കിൽ നഗരത്തിലായാലും മൈ വി സ്റ്റോറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ബേക്കറിയിൽ പോയി ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചാൽ അതിന് കമ്പനിക്ക് ലഭിക്കും ലാഭത്തിന്റെ 10% നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് റസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോട്ടലിൽ കയറി ചായ കുടിക്കുന്നതായിക്കോട്ടെ, ഒരു പാഴ്സൽ മേടിക്കുന്നതായിക്കോട്ടെ, പ്ലംബറിന്റെ അടുത്ത് പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഫാൻ വാങ്ങിക്കുന്നതല്ലേ, ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു, അല്ലെങ്കിൽ TV വാങ്ങിച്ചു, ഇതിന്റെ എല്ലാം ലാഭത്തിന്റെ 10% നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഫ്രാഞ്ചൈസി ഇൻസെന്റീവ് ആണത്. ഇതിന് ഒരാളെ പോലും നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് വന്നു കഴിഞ്ഞാൽ സെൽഫ് പർച്ചേസ് ഇൻസെന്റീവ്. ഇവിടെ മുതൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ്, ഞാൻ ആദ്യമേ പറഞ്ഞ രണ്ടിലും നിങ്ങൾ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുന്നു, ഒന്നെങ്കിൽ ബേസിക് ആകാം, അല്ലെങ്കിൽ പ്രൈം ആകാം, അല്ലെങ്കിൽ പ്രീമിയം ആകാം. അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ഈ കമ്പനി വഴി എന്തെല്ലാം ബിസിനസ് നടത്തുന്നോ, എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈ വി സ്റ്റോർ വഴി എന്തെല്ലാം ബിസിനസ് നടത്തുന്നോ അതിന്റെ എല്ലാം 20% നിങ്ങൾക്ക്, അതിന്റെ ലാഭത്തിൽ 20% നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് സെൽഫ് പർച്ചേസ് ഇൻസെന്റീവ് എന്ന രീതിയിൽ നമുക്ക് ലഭിക്കും. മൂന്നാമതായിട്ട് നമുക്കൊരു ടീം ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക് മതി കേട്ടോ. അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീമിലേക്ക് നമ്മൾ ഈ ബിസിനസ് പോകുന്നു. അവരവരുടെ വീട്ടിലേക്ക് പാലും പഞ്ചസാരയും അല്ലെങ്കിൽ പയറും അല്ല മീനോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവിടുന്ന് റീപർച്ചേസിങ് കിട്ടും. 30% കമ്പനി വേണ്ടി മാറ്റിവെക്കും. വെറും 10 പേരിലേക്ക് മാത്രമേ ഉള്ളൂ. 12-5-5, 12-5-3-3-2-2-1-1 എന്ന രീതിയിൽ 10 പേരിലേക്ക് അതും മാറ്റിവെക്കുന്നു. അടുത്ത ഇൻകമാണ്. അതിനു മുൻപായിട്ട് ഇത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ ഫ്രാഞ്ചൈസികൾ വഴി അല്ലെങ്കിൽ ഓൺലൈൻ ഓഫ്ലൈനൊക്കെ ആയിട്ട് വരുന്ന ബിസിനസ് വഴിയായിട്ട് കമ്പനിക്ക് ലാഭം ലഭിക്കും അല്ലേ. ആ ലാഭത്തിൽ നിന്ന് 100%, ഉദാഹരണം പറഞ്ഞാൽ 100 രൂപയാണെങ്കിൽ 10 രൂപ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്രാഞ്ചൈസിയിലേക്ക് പോകും. ഡിസ്കൗണ്ട് കൂടാതെ കേട്ടോ. ഡിസ്കൗണ്ട് ഈ കണക്ക് വരുന്നില്ല, ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. അതുകൂടാതെ 10 രൂപ ഫ്രാഞ്ചൈസിയിലേക്ക് പോകും. 20 രൂപ ആരാണോ വാങ്ങിച്ച അയാൾക്ക് തന്നെ സെൽഫ് പർച്ചേസിന്റെ രീതിയിൽ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. 30 രൂപ അവരുടെ ടീമിലേക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞില്ല 10 പേരിലേക്ക് പോകും. 40 രൂപ കമ്പനി എടുക്കും. ഇങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി 5ാമത്തെ ഇൻകമാണ് പവർ ഇൻസെന്റീവ്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് രീതിയാണിത്. ഇവിടെ 3 തരത്തിലുള്ള വരുമാനമുണ്ട്. സ്പെഷ്യൽ ഇൻസെന്റീവ്, ഡയറക്റ്റ് റെഫറൽ, ബൈനറി ഇൻസെന്റീവ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം.
പവർ ഇൻസെൻറ്റീവിൽ സ്പെഷ്യൽ ഇൻസെൻറ്റീവ്, പ്രീമിയം പാക്കേജിൽ ഒരു പ്രൊഡക്റ്റ്, ഒന്നുകിൽ ഒരു വാഗമൺ പാക്കേജ് അല്ലെങ്കിൽ ഒരു വാച്ച്, ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു വാഗമൺ പാക്കേജ് നിങ്ങൾ എടുത്തു, നിങ്ങളുടെ ഫാമിലിയും കൂട്ടിക്കൊണ്ട് നിങ്ങളവിടെ പോയി 1-2 ദിവസം നിങ്ങൾ താമസിച്ചു, നിങ്ങൾ അതിനുശേഷം തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ഫോട്ടോകളൊക്കെ എടുക്കും അല്ലേ? ആ ഫോട്ടോകളൊക്കെ ഫേസ്ബുക്കിൽ ഇടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ആൾക്കാർ ചോദിക്കുന്നത് എന്താ സംഭവം? നിങ്ങൾക്ക് പറയാം, ഇത് ഞങ്ങൾ ഇങ്ങോട്ട് പോയി 1-2 ദിവസം അവിടെ നിന്നു, നല്ല സ്ഥലമായിരുന്നു, നല്ല ഹോട്ടലായിരുന്നു, അല്ലെങ്കിൽ നല്ല ഹോം സ്റ്റേ ആയിരുന്നു, അല്ലെങ്കിൽ നല്ല റിസോർട്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഓക്കെ, സോറി, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കും. അവിടെ സ്റ്റേ ചെയ്യുന്നു. അവിടെ സ്റ്റേ ചെയ്തതിനു ശേഷം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നെക്സ്റ്റ് മന്ത് മുതൽ അവിടെ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനം കമ്പനി ഇതിലേക്ക് മാറ്റിവെക്കും. എന്ന് പറഞ്ഞാൽ ആരെല്ലാം ഈ പാക്കേജ് എടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം ഒരു ചെറിയ എമൗണ്ട് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കും. എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അതിനെയാണ് സ്പെഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളവിടെ പോകുന്നു, ആരോടൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അഡ്വാൻസ് അടിച്ചിട്ട് കയറി പറഞ്ഞു അല്ലേ? ആരോടൊന്നും പറയുന്നില്ല. നിങ്ങൾ പോകുന്നു, നിങ്ങൾ തിരിച്ചു വരുന്നു. നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, ഈ കാര്യം ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കമ്പനിയിൽ ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ രണ്ടാമത്തെ ഒരു ഇൻകം വീണ്ടും അവിടെ വരുന്നുണ്ട്, റഫറൽ ഇൻകം. നിങ്ങൾ ഈ കാര്യത്തെ പറ്റി ആരോടെങ്കിലുമൊക്കെ പറയുന്നു, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ അവിടെ പോയി റൂം എടുക്കുന്നു, അവിടെ പോയി താമസിക്കുന്നു, അവരും അവരുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ റഫറൽ ഇൻകം എന്ന രീതിയിൽ 1000 രൂപ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എത്ര പേരെ പറഞ്ഞു വിട്ടാലും, പ്രീമിയം പാക്കേജ് ആണെങ്കിൽ 1000 രൂപ, പ്രൈമിലാണെങ്കിൽ 500 രൂപ, അത് ബേസിക് ആണെങ്കിൽ ചായ അല്ലെങ്കിൽ പെർഫ്യൂമിങ്ങിനുള്ളതാണെങ്കിൽ 100 രൂപ. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് ഡയറക്റ്റ് റഫറൽ ഇൻകം ആയിട്ട് ലഭിക്കുന്നത് വൺ ടൈം കിട്ടുന്നതാണ്. ഇനി മൂന്നാമതൊരു ഓപ്ഷൻ കൂടെ നമുക്ക് അവിടെ ഉണ്ട്. ഓപ്ഷനിലെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ബൈനറി ഇൻസെൻറ്റീവ്. ഇത് താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവർക്കെല്ലാം ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഈ വെക്കേഷൻ പാക്കേജ് നമ്മൾ എടുക്കുന്നു, അതിനുശേഷം നമ്മൾ ഒരാളെ പറഞ്ഞു വിട്ടു, അതിനുശേഷം നമ്മൾ വീണ്ടും ഒരാളെ കൂടി അവിടെ പറഞ്ഞു വിട്ടു, അങ്ങനെ മൂന്നാമതൊരാളെ കൂടി പറഞ്ഞു വിട്ടു, അങ്ങനെ കുറേ ആളുകളെ നമ്മളവിടെ പറഞ്ഞു വിട്ടു എന്ന് കരുതുക. നമ്മൾ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ ആ ബിസിനസ്സിലേക്ക് വന്നു, നമുക്കറിയാവുന്ന ആൾക്കാരെ നമ്മളോട് പറഞ്ഞു വിട്ടു, അതിനുശേഷം അവർക്കറിയാവുന്ന ആളുകളെ അവർ പറഞ്ഞു വിട്ടു. നല്ല സ്ഥലമാണ്, പോയി ഒരു 1-2 ദിവസം നിൽക്കാൻ പറ്റുന്നതല്ല, നിങ്ങളൊന്ന് പോയി നിന്ന് നോക്കുക എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അവർ പോയാൽ മതി. അങ്ങനെ അവരവിടെ പോകുമ്പോൾ കമ്പനി നിങ്ങൾ വഴി ഡയറക്റ്റ് വന്ന ഓരോ ആളുകൾക്കും റഫറൽ ഇൻകം തരും. അതുകൂടാതെ കമ്പനി അതിനെ ഒരു പ്രത്യേക രീതിയിലേക്ക്, ഒരു സിസ്റ്റമാറ്റിക് രീതിയിലേക്ക് വെച്ചിട്ട് ബൈനറി എന്നൊരു കൺസെപ്റ്റിൽ, അതായത് 2 സൈഡ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇൻകം കമ്പനി വേറെ എക്സ്ട്രാ നമുക്ക് തരും. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ബൈനറി എന്ന് കേൾക്കുമ്പോൾ താല്പര്യമില്ലാത്തവരുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഫുള്ളി ലീഗലായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടുന്ന് വരുമാനം കിട്ടുന്നത് നമുക്ക് നോക്കാം. ബേസിക് ബൈനറിയിലേക്ക് പോകുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങണം. അതൊന്നെങ്കിൽ ഒരു പെർഫ്യൂം ആകാം, അല്ലെങ്കിൽ ഒരു സാരി ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റ് ആകാം. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, നമ്മൾ ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവർ കണ്ടിട്ട് അവർക്കും ഇഷ്ടപ്പെട്ട് അവരും ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നു എന്ന് കരുതട്ടെ. അങ്ങനെ അത് വാങ്ങുമ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റുകൾ ക്രിയേറ്റ് ആവും. അത് പെർഫ്യൂം ആകാം, സാരി ആകാം, ചായ ആകാം, എന്തുമാകാം. അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ സെയിൽ നടക്കുമ്പോഴും നമുക്കവിടെ ബാലൻസ് ചെയ്യും അല്ലെ? ലെഫ്റ്റും റൈറ്റും ആദ്യമേ മാത്രം 1:2 അല്ലെങ്കിൽ 2:1 വരണം. അതിനുശേഷം വരുന്ന ഓരോ സെയിലിൽ നിന്നും, ഓരോ ബാലൻസിൽ നിന്നും നമുക്ക് 200 രൂപ വെച്ച് ലഭിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു ദിവസം 5000 രൂപ വരെ ഒരു ഐഡിയിൽ നമുക്ക് ലഭിക്കാം. അങ്ങനെ 3 ഐഡിയകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബേസിക് പാക്കേജിലൂടെ വെറും 1200 രൂപ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ നിങ്ങൾക്ക് ഡെയിലി സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇനി നിങ്ങളത് 3600 പോയാൽ ഒരു ദിവസം 15000 രൂപ വരെ സമ്പാദിക്കുന്നു. ഇഷ്ടംപോലെ ആളുകൾ വാങ്ങിക്കുന്ന ഒരു കാര്യത്തെ പറ്റി ഞാൻ ഈ പറഞ്ഞത്. അപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഡെയിലി 15000 രൂപ, ഇതൊക്കെ പോസിബിൾ ആണോ? തീർച്ചയായും പോസിബിൾ ആണ്. ബൈനറി എന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി ഇത് പ്രീമിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രീമിയത്തിൽ ഇതുപോലെ തന്നെ 1000 രൂപ 10000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നു. അത് വാച്ച് ആകാം, അല്ല എങ്കിൽ വെക്കേഷൻ പാക്കേജ് ആകാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നു. അങ്ങനെ ഓരോ ആളുകൾ വരുമ്പോഴും നമുക്കവിടെ ഡയറക്റ്റ് റഫറൽ നമുക്കുണ്ടാകും. അതുകൂടാതെ കമ്പനി അതിനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലേക്ക് കൊണ്ടുവരുന്നു. 1:2 എന്ന രീതിയിലോ അല്ലെങ്കിൽ 2:1 എന്ന രീതിയിലേക്കോ വരുമ്പോഴേക്കും നമുക്ക് ഓരോ പ്രാവശ്യവും 1000 രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്ത് പ്രൊഡക്റ്റ് എടുത്താലും, ഈവൻ ബാഗ് എടുത്താൽ പോലും നമുക്ക് അതിനകത്ത് എലിജിബിൾ ആകും. അങ്ങനെ ഓരോ സെയില്, ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സെയിൽ നടക്കുമ്പോഴും നമുക്കവിടെ ഓരോ പ്രാവശ്യവും 1000 രൂപ വെച്ച് കിട്ടിയിരിക്കുന്ന ഒരു ദിവസം ഒരു ഐഡിയിൽ നിന്ന് 10000 രൂപ വരെ നമുക്ക് മാക്സിമം നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 ഐഡിയകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 30000 രൂപ ഒരു ദിവസം
കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്. അപ്പം പ്രീമിയത്തിൽ 30,000 രൂപ, ബേസിക്കിലേക്ക് പോയാൽ 15,000 രൂപ, അങ്ങനെ 45,000 രൂപ ഒരു ദിവസം വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റമാണ്. ഇത് നാളെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. സമയമെടുക്കും. സമയമെടുത്ത് നമ്മൾ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഒരു വരുമാന മാർഗത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. 45,000 രൂപ വരെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. കമ്പനി റാങ്ക് സിസ്റ്റം ആക്കി കമ്പനി മാറ്റുന്നുണ്ട്. 3 സെയിൽ വന്നാൽ നിങ്ങൾ ഗോൾഡ് എന്ന റാങ്കിലേക്ക് വരും. ഈ ഒരു ഗോൾഡ് എന്ന റാങ്കിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 10,000 രൂപ വിലയുള്ള ഒരു വെക്കേഷൻ പാക്കേജ് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് അടിച്ചുപൊളിച്ച് നിൽക്കാനുള്ള ഒരു വെക്കേഷൻ പാക്കേജ് കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അതിനുശേഷം ഓരോ റാങ്കുകളുണ്ട്. പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ഇതിന് മൂന്നിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും അല്ല കേട്ടോ. ചിലടത്ത് ഇവിടെ 4 ചിലടത്ത് 2 ഉണ്ട്. അങ്ങനെ പല രീതിയിലാണ് അതിനെ കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 12ഓളം റാങ്കുകൾ നമുക്കിവിടെ ഉണ്ട്. ഇതിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ 2 ജോയിനിങ് വന്നാൽ നമുക്ക് ആ റാങ്കിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. അങ്ങനെ 12ാമത്തെ റാങ്കിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ കമ്പനിയുടെ സ്പെഷ്യൽ ഇൻസെൻറ്റീവായിട്ട് കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റിന്റെ 0.1% എടുത്തിട്ട് 10 വർഷത്തേക്ക് ഈ റാങ്കിലുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് റാങ്കിന്റെ ഇൻകത കാണിക്കുന്നത്. വീണ്ടും 10,000 രൂപ മുടക്കാനില്ലാത്തവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. സ്റ്റാർ എന്ന റാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 10 ഡയറക്ട് റെഫറിൽ നിങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ വേണേൽ വാങ്ങിച്ചു നോക്കാം. ഇപ്പം നമ്മുടെ ടീമിലുള്ള പല ആൾക്കാരും വാങ്ങിക്കുന്നുണ്ട്. സ്പ്രേ 3-4 സ്പ്രേ വാങ്ങിച്ചവരുണ്ട്. കാരണം ആദ്യം വാങ്ങിച്ച് തീർന്നു, പിന്നെ വേറെ ആൾക്ക് കൊടുത്തു, പിന്നെ അവരുടെ ഫ്രണ്ടിന് കൊടുത്തു, വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നു. അങ്ങനെ വാങ്ങിക്കാം. ഇനി സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3, 4, 5 സാരി, 7 സാരി വരെ ഒറ്റയൊരാളെടുത്ത മെമ്പേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചായ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇനി ഗോൾഡ് വാങ്ങിക്കാം. ഇങ്ങനെ നിങ്ങൾ തന്നെ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 10 സെയിൽ നിങ്ങളുടെ കെയർ ഓഫിൽ വന്നാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്റ്റാർ എന്ന റാങ്കിലേക്ക് നിങ്ങൾ വരും. അങ്ങനെ 10 സ്റ്റാറുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2 സ്റ്റാർ ആയി. 10 2 സ്റ്റാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 3 സ്റ്റാറിലേക്ക് എത്തി. ബിലീവ് മീ, ഈ 3 സ്റ്റാറിലേക്ക് നിങ്ങൾ എത്തിയാൽ മറ്റൊരു ജോലിക്കും പോകാതെ കൈ നിറയെ വരുമാനം കിട്ടുന്ന ഒരു സ്റ്റാറിന് ഒരു റാങ്ക് സിസ്റ്റമാണ് നമ്മളോട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. 4 സ്റ്റാർ നമുക്കുണ്ട്, വീണ്ടും 5 സ്റ്റാർ നമുക്കുണ്ട്. അങ്ങനെ 5 തരത്തിലുള്ള റാങ്കിങ് സിസ്റ്റം നമുക്കുണ്ട്. അവിടെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. കൂടാതെ കഴിവുള്ള ആളുകൾക്ക് വേണ്ടി, കൂടുതലായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടി, കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കമ്പനി ഒരു 3 സിസ്റ്റം കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് സിസ്റ്റമാണ് പ്രിവിലേജ് മെമ്പേഴ്സ്. ആ പ്രിവിലേജ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 20 മെമ്പേഴ്സിനെയാണ് നമ്മൾ സ്പെഷ്യൽ റോയൽറ്റി 5 lakhs ആണ് ആ റോയൽറ്റി. നമ്മൾ കമ്പനിയുടെ ഓരോ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അങ്ങനെ റോയൽറ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 5 lakhs ആണ് അതിനകത്ത്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, അത് മറ്റൊരു രീതിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നിങ്ങൾ ലീഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി അവർ പറഞ്ഞു തരും. അങ്ങനെ ഈ 5 lakhs നമ്മളവിടെ ആ സ്പെഷ്യൽ റോയൽറ്റിയിലേക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ പ്രിവിലേജ് മെമ്പറായിട്ട് നിങ്ങൾ മാറും. കൂടാതെ 10 മെമ്പേഴ്സിനെ അവരുടെ പെർഫോമൻസിന്റെ വൈസ് കമ്പനി ആ പ്രിവിലേജ് മെമ്പേഴ്സിലേക്ക് കമ്പനി കൊണ്ടുവരും. അതുപോലെ TADAയും അതുപോലെ തന്നെ 0.1% ഇൻസെന്റീവും കമ്പനി അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ബോർഡ് മെമ്പേഴ്സിലേക്ക് വരുന്നത് ഈ പ്രിവിലേജ് മെമ്പേഴ്സിൽ നിന്നാണ്. 30 പ്രിവിലേജ് മെമ്പേഴ്സ് ഉള്ളതിനകത്ത് 10 മെമ്പേഴ്സിനെ നമ്മൾ ബോർഡ് മെമ്പറിലേക്ക് സെലക്ട് ചെയ്യും. 5 പേരുടെ പെർഫോമൻസ് വൈസും പിന്നീടൊക്കെ ലീഡേഴ്സും ആയിട്ടുള്ളവരൊക്കെ കയറി വരുമല്ലോ. അതിനുശേഷം കമ്മിറ്റി വരെ കമ്പനി മാനേജ്മെന്റ് എടുക്കും. ഇവർക്കുള്ള TADAയും 0.2% ഇൻസെന്റീവും കമ്പനി കൊടുക്കും. കൂടാതെ വി ഹോൾഡേഴ്സിന്റെ ഒരു പാക്കേജും അവർക്ക് ഫ്രീ ആയിട്ടുണ്ടാകും. ഈ ബോർഡ് മെമ്പേഴ്സിൽ നിന്ന് 5 പേരെ നമ്മൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായിട്ട് നമ്മൾ മാറ്റും. 5 പേരെ കമ്പനി മാനേജ്മെന്റ് ഭാഗത്തുണ്ടാകും. അങ്ങനെ 10 എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും ഈ കമ്പനിയെ മുന്നോട്ട് റൺ ചെയ്യാൻ പോകുന്നത്. മന്ത്ലി സാലറി അവർക്കുണ്ടാവും, 0.5% ഇൻസെന്റീവ് ഉണ്ടാവും, ബി ഹോൾഡേഴ്സിന്റെ ഒരു പാക്കേജ് അവർക്കുണ്ടാവും. ഇതാണ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞാൽ. ഇനി ഓൺഗോയിങ് ആയിട്ടുള്ള നമ്മുടെ പ്രോജക്റ്റുകളുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഇന്ന് വാഗമണിൽ നടക്കുന്ന വി ഹോൾഡേഴ്സിന്റെ പാക്കേജ്. ഒരു പൂൾ വില്ലയാണ് നമുക്കവിടെ ഉള്ളത്. 2 ബിൽഡിങ്ങുകൾ ചേർത്ത് 8 റൂമുകളുള്ള 2 ബിൽഡിങ്ങുകളാണ് നമുക്ക് ഇന്ന് അവിടെ ഉള്ളത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് പോകുന്നു. നമ്മുടെ ടീമിലുള്ള പല ആളുകളും അവിടെ വന്ന് അവരുടെ സമയം അവിടെ സ്പെൻഡ് ചെയ്തവരാണ്. ഇനി അതോടൊപ്പം തന്നെ വളരെ സക്സസ് ആയി പോകുന്ന മറ്റൊരു പ്രൊജക്റ്റാണ് മൈ വി സ്റ്റോർ. ആമസോണോ ഫ്ലിപ്കാർട്ടിലേക്ക് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നമുക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഗൂഗിളിൽ പോയി മൈ വി സ്റ്റോർ എന്ന mywestore.in എന്നുള്ള ആ ഡൊമൈൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് വരാം. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് നോക്കാം. അപ്പം അവിടെ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ എൻ്റെ സൈറ്റാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ, അത് അച്ചാറാകാം, കുടംപുളിയാകാം, നെയ്യാകാം, അല്ലെങ്കിൽ വാളംപുളിയാകാം, മറ്റ് എന്ത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവിടെ വാങ്ങിക്കാം. എന്തെല്ലാം പ്രോഡക്റ്റുകളുണ്ടോ അതെല്ലാം വാങ്ങിക്കാം. അത് വാങ്ങിക്കുന്നതിന് ചെറിയ ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ട് ഒരു ചെറിയ രജിസ്ട്രേഷൻ അവിടെ ഉണ്ട്. നമ്മൾ ആമസോണിലൊക്കെ ചെയ്യുമ്പോൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ
നിങ്ങളുടെ പേര്, നിങ്ങളുടെ എന്ത് പറയുന്നത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു യുണീക്ക് ID ക്രിയേറ്റ് ആവും. ആ ID വെച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഈ ID എടുക്കുന്നതിന് ഫ്രീ ID ആണ്. പ്രോഡക്റ്റ് എന്താണോ, നിങ്ങൾക്കൊരു പ്രോൺസ് പിക്കിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഫിഷ് പിക്കിളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു നെയ്യ് വേണം, അല്ല മറ്റെന്തെങ്കിലും അച്ചാറുകൾ വേണം, തുണിത്തരങ്ങൾ വേണം, ഇത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ID-യിലൂടെ ₹1 പോലും നിങ്ങൾ അതിന് സർവീസ് ചാർജ് കൊടുക്കണ്ട. ആ ID-യിലൂടെ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിക്കാം. ഓക്കെ. ഇനി നമ്മൾക്ക് ഫിസിക്കൽ ഷോപ്പുകളുണ്ട്. ഇതുപോലെയുള്ള ഏകദേശം 34 ഷോപ്പുകൾ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആ കടകളിൽ പോയി നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ 2% എന്ത് പറയുന്നത് 2% ഡിസ്കൗണ്ട് കിട്ടും. കൂടാതെ മറ്റ് ബെനിഫിറ്റുകളെല്ലാം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഷോപ്പുകൾ. നിങ്ങൾക്ക് പച്ചക്കറി വേണമെന്ന് വാങ്ങിക്കാം, മീൻ വാങ്ങിക്കാം, കോഴി വാങ്ങിക്കാം, അതുപോലെ തന്നെ പൾസസ് വാങ്ങിക്കാം, പൊടികൾ വാങ്ങിക്കാം, എന്ത് സാധനങ്ങൾ വേണം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. അവിടെയെല്ലാം വി സ്റ്റോറിൻ്റെ വരുമാനം നമുക്കുണ്ടായിരിക്കും. ഓക്കെ. വീണ്ടും അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ പോകുന്നു. മൂന്നാമത്തെ ഒരു പ്രൊജക്റ്റിലേക്ക് പോകുന്നു. ഇതും വാഗമണ്ണിൽ തന്നെയാണ്. നമ്മൾ പ്രൊജക്റ്റെല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 4 ഏക്കറിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിൽ അവിടെ പൂൾ വില്ലകളുണ്ടാവും, ഇൻഫിനിറ്റി പൂൾ ഉണ്ടാകും, കോൺഫറൻസ് റൂം ഉണ്ടാകും, ഫ്രെയിമുകൾ ഉണ്ടാകും, ഡോം ഉണ്ടാകും. ഇങ്ങനെ എന്തെല്ലാം അവിടെ വേണോ ആ കാലാവസ്ഥയോടനുബന്ധിച്ച്, ആ കാലാവസ്ഥയോട് ചേരുന്ന രീതിയിൽ, ആ പ്രകൃതിയോട് ചേരുന്ന രീതിയിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റികളും ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം ഇത് നമ്മുടെ ഒരു വലിയൊരു പ്രൊജക്റ്റാണ്. ഇതിൽ നിങ്ങൾക്ക് 40 പേർക്ക് ഭാഗമാകാം. ഈ വാഗമൺ പ്രോജക്റ്റിൽ 40 പേർക്ക് മുതൽ മുടക്കി നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാകാം. ഇങ്ങനെ നിങ്ങൾ ഭാഗമാകുമ്പോൾ അവിടെ നമ്മൾ വാങ്ങിക്കുന്ന 4 ഏക്കർ സ്ഥലം നിങ്ങളുടെ പേരിൽ എഴുതുന്നത്, അല്ലാണ്ട് മറ്റ് പല സ്ഥലങ്ങളിൽ കാണുന്ന പോലെ 1 ലക്ഷം രൂപ നിങ്ങൾ മുടക്കും, നിങ്ങൾക്കൊരു വീട് കിട്ടുമെന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മേടിക്കുന്ന സ്ഥലം എത്ര ഏക്കറാണോ, അതൊരു പക്ഷേ 1 ഏക്കറാകാം, 2 ഏക്കറാകാം, 4 ഏക്കറാകാം. ഈ സ്ഥലങ്ങൾ ഈ 40 പേരുടെ പേരിലേക്ക് നമ്മൾ എഴുതുകയാണ്. ഓക്കെ. അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ പിന്നീട് പറയാം. ഇതാണ് ഈ പ്രോജക്റ്റുകളെ പറ്റി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറയാനുള്ളത്. നമ്മുടെ ബിസിനസ് പ്ലാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. തികച്ചും പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, പ്രോഡക്റ്റുകൾ ഊന്നിയുള്ള ഇനിയും ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ, 27ഓളം പ്രോജക്റ്റുകൾ നമ്മുടെ മുൻപിലുണ്ട്. ഇങ്ങനെ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ പറയാനാണ് നിങ്ങളെ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങളുടെ റിലേറ്റീവോ ആരെങ്കിലും ഈ ലിങ്ക് തന്ന് നിങ്ങൾ കൂട്ടിച്ചേർത്തത്. പറഞ്ഞല്ലോ, ഞങ്ങൾ നമ്മുടെ ട്രെയിനിങ്ങുകളിൽ 3 ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് നിങ്ങളോട് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയിട്ടില്ല, ഓടിച്ചെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് മാത്രം ചെയ്താൽ മതി. നിങ്ങളോട് ഒരാളും പറയില്ല നിങ്ങൾ 10,000 രൂപയുടെ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ അല്ല 5 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കണം, എന്നിട്ട് അതുകൊണ്ട് വിൽക്കണം എന്ന് നിങ്ങൾ ആരോടും പറയില്ല. നിങ്ങൾ ഒരു ചായപ്പൊടിയും തല ചുവന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു വാച്ചും കൊണ്ടുവന്ന് വിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു വെൽനസ് പ്രോഡക്റ്റും നിങ്ങൾ കൊണ്ടുവന്ന് വിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ക്രീമും ചുവന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങൾ പറയാണ് അതെ എനിക്ക് കുറച്ച് പൈസ ഞാൻ ഇടാം, എന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കും, എനിക്ക് ഇൻകം കിട്ടണം, അതിനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ ആൾക്കാർ വന്നു പറഞ്ഞാൽ 10,000 രൂപ ഇട്ടിട്ട് വെറുതെ ഇരുന്നു കൈ നിറയെ കാശ് കിട്ടുന്ന പറയുന്ന സിസ്റ്റം അല്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് നെറ്റ്വർക്കുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ. ആ പ്രോജക്റ്റിൽ നിന്ന് എന്ത് വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നു, നിങ്ങൾക്ക് ഇത് ലഭിക്കും. ചില പറയും എനിക്ക് ആൾക്കാരോടൊന്നും പറയാൻ താല്പര്യമില്ല. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. നിങ്ങൾ ഒരാളോട് പോലും ഈ ബിസിനസ് പറയണ്ട. അങ്ങനെയുള്ള നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊജക്റ്റിന്റെ ഭാഗമായി നിങ്ങൾ മാറണം. ആ പ്രൊജക്റ്റിൽ എന്താണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത് ഇൻവെസ്റ്റ് ചെയ്യുക. അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾ ആളുകളോട് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കണം, നിങ്ങൾക്ക് ട്രെയിനിങ് വേണം, നിങ്ങൾ നല്ലൊരു പ്രഭാഷകനാണ്, നിങ്ങൾ നല്ല പ്രസൻറ്ററാണ്, ഇതിനെല്ലാമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഈ ബിസിനസ്സിലേക്ക് വന്നാൽ നമുക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും, നമുക്ക് ഇഷ്ടംപോലെ ബന്ധങ്ങൾ കിട്ടും, നമുക്ക് ഇഷ്ടംപോലെ യാത്ര ചെയ്യാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒത്തിരി കാര്യങ്ങളിലേക്ക് ഇത് വരാം. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വെക്കുകയാണ്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരൊറ്റ വ്യത്യാസമുണ്ട്. പല സിനിമകളിലും പറഞ്ഞിട്ടുള്ള, പല നായകന്മാരും പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം കേട്ടതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച് പ്രവീൺ സാറേ.
താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നല്ല രീതിയിൽ ഷിബു സാർ ഇപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. വിശ്വസ്തയുടെ എന്തൊക്കെയാണ് പ്രോഡക്റ്റുകളും സർവീസുകളും പ്രോജക്റ്റുകളെ കുറിച്ചും അതിന്റെ പ്ലാനിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കെല്ലാം അത് പൂർണ്ണമായിട്ടും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ആരാണോ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരുമായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് ഇരിക്കുക, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, അവിടുത്തെ ചോദിക്കുക. അപ്പോൾ ബിസിനസ്സിൽ പുതിയതായിട്ട് വന്ന വ്യക്തികളും തീർച്ചയായിട്ടും ഈ ബിസിനസ് മീറ്റിങ്ങുകൾ നമ്മളെ യൂട്യൂബിൽ റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് രണ്ടാമത് കാണണമെങ്കിലും അത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഇത് ഒരു മീറ്റിംഗിൽ അവസാനിക്കുന്നില്ല. തുടർന്ന് നമ്മുടെ യൂട്യൂബ് മീറ്റിംഗ് നമ്മുടെ സൂം മീറ്റിങ്ങുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത മീറ്റിംഗിൽ വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു.